ആട്ടോ, ബാക്കിയുള്ള ചോറും കൊണ്ട് ചെയ്യുന്നതാണ്. അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മുട്ടച്ചോറാട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴണ്ടട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉള്ളി വഴണ്ടു പോകും. അതുകൊണ്ട് പതുക്കെ ആയാൽ മതി. നല്ല സോഫ്റ്റ് ആവണം. പിന്നെ പണ്ടൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴുണ്ടല്ലോ അമ്മ ചെയ്തു തരുന്ന ഒരു റെസിപ്പി ആട്ടോ, ബാക്കിയുള്ള ചോറും കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് വന്നിട്ടില്ല. എങ്കിലും ഒരുവിധം ഒപ്പിക്കാം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അത് കഴിക്കാന്. ഒരു അച്ചാറ് മാത്രം മതി ഇതിന്റെ കൂടെ, നല്ല ടേസ്റ്റാണ്. ഇത് വഴണ്ട് വരട്ടെ, നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി വഴണ്ട് വരട്ടെ, നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ വേവട്ടെ. ഇത് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല കേട്ടോ, വളരെ കുറച്ച് മതി. ഒരു അര ടീസ്പൂണൊക്കെ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് സൈഡ് ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മസാലയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. വേറൊരു പാത്രത്തിലിട്ട് മുട്ട ചിക്കിയിട്ട് ഇതിലിട്ടാലും മതി കേട്ടോ. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ. മസാലയും ഈ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ചോറിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് സാധാ ചോറ് തന്നെയാണ്, നമ്മുടെ മട്ടേരി ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുത്താലും മതി. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ വേറെ റൈസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അതിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അവസാനം ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.